ദിവസങ്ങളായിട്ട് ട്രംപാണ് നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം താരം. ട്രംപ് ഇനി അടുത്ത നടപടി എന്ത് സ്വീകരിക്കും എന്നുള്ളതാണല്ലോ. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ട്രംപിൻ്റെ നിലപാട് കൃത്യമായി വെളിപ്പെടുത്തി വരുന്നുണ്ട്. പ്രക്ഷോഭകരെ ഇറാൻ അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനി അമേരിക്ക കൈയും കെട്ടി നിൽക്കില്ല എന്നുള്ളത് ഒരാഴ്ച മുമ്പേ തന്നെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇന്നലെ അവിടെ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സൂൺ, ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, ഉടൻ തന്നെ ഇറാനെ അമേരിക്ക ആക്രമിക്കും. പക്ഷേ ഇവിടെ ഞാൻ നോക്കുന്നത് ശരിക്കും അമേരിക്കയല്ല ഇവിടെ താരം. ഇവിടെ ശരിക്കും ഒരു 1-2 വർഷമായിട്ട് ഇസ്രായേൽ എന്താണോ ഇറാനെക്കുറിച്ച് അവർ സ്വപ്നം കണ്ടത് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ ഒരു സമയത്തേക്കാണ് വരുന്നത്. അതായത് ഇത്രയും നാളായിട്ട് ഇസ്രായേൽ കൃത്യമായ കരുനീക്കങ്ങൾ നടപ്പാകാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ പ്ലാനാണ്. ഇസ്രായേലിൻ്റെ പ്ലാനിൻ്റെ ആ ഒരു കുട്ടിക്കലാശമാണ് നമ്മളിനി ഈ ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ഒരാഴ്ച പോലും എടുക്കില്ല എന്ന് തോന്നുന്നു ട്രംപ് ഇടപെടാനായിട്ട്. ഇത് കഴിഞ്ഞ മുമ്പത്തെ വർഷം ഒക്ടോബറിൽ നെതന്യാഹു ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വലിയൊരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇടയിൽ ആരുമില്ല, നേരിട്ട് പേർഷ്യൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇറാൻ ഉടൻ സ്വതന്ത്രമാകും, നിങ്ങൾക്കിതാ സമാധാനത്തിൻ്റെ കാലം വരുന്നു. പണ്ടത്തേതുപോലെ തന്നെ പേർഷ്യൻ ജനതയും ജൂത ജനതയും ഒന്നിച്ച് സമാധാനത്തിൽ വസിക്കുന്ന ഒരു കാലത്തേക്ക് നടന്നെടുക്കുകയാണ്. നിങ്ങളുടെ മതഭ്രാന്തന്മാരായ പുരോഹിതന്മാരെ, അവർക്ക് നിങ്ങളെക്കുറിച്ച് യാതൊരു ശ്രദ്ധയില്ല. അവർ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിന്, പശ്ചിമേഷ്യയിൽ യുദ്ധം നടത്തുന്നതിനായിട്ട്, അവിടെ അശാന്തി വിധിക്കുന്നതിനായിട്ട് മാത്രം അവരുടെ പണം മുഴുവൻ ചെലവഴിച്ച് ഇറാനിലെ കുട്ടികൾക്ക് വേണ്ടി അവർ ഒന്നും ചെയ്തില്ല. ഇനി ആ ഒരു യുഗം ഉണ്ടാകില്ല, അത് അവസാനിക്കാൻ പോകുകയാണെന്നുള്ള കൃത്യമായ വാക്കുകൾ നെതന്യാഹു അന്ന് പറഞ്ഞതാണ്. അപ്പോൾ അന്ന് പറഞ്ഞത് അത് നേരത്തെ തന്നെ ചെയ്യണമെന്ന് ഇസ്രായേലിന് ആഗ്രഹം ഉണ്ടായി. പക്ഷേ ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെയും 2 നിലപാടുകൾ തമ്മിലുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് അത് മുന്നോട്ട് പോകാതിരുന്നത്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഖമേനിയെ കൊന്നിട്ടാണെങ്കിലും തൻ്റെ കാര്യം താൻ നടപ്പാക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം. പക്ഷേ ട്രംപ് നേരെ വ്യത്യസ്തനാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് നേരായ രീതിയിൽ കൂടെ ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ട്രംപിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ നീണ്ടുപോയത്. ഇപ്പോൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്രായേലിൻ്റെ നിലപാട് എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പേർഷ്യൻ ജനതയുടെ അഭിവൃദ്ധിയും അവരുമായിട്ടുള്ള ഒരു സമാധാനമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്.